आई रे मिलन तो है, 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 आई रे. ഹായ് ഹലോ, വെൽക്കം ടു നീൻസ് വ്ലോഗ്സ്. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത് ഒരു ഗുദാമിലേക്കാണ്. പണ്ട് നമ്മൾ തമാശയായിട്ടൊക്കെ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുമ്പം പറയാറില്ലേ ഗുദാമിലേക്കാണെന്ന്. അതേപോലെ ഒരു ഗുദാമിലേക്കാണ് ഞാനിതാ നിങ്ങളെ കൊണ്ടുവന്നത്. കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കഫേയാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. കഫേ എന്ന് പറയുമ്പോൾ തീരെ വില കുറച്ച് കാണണ്ട, ഇതൊരു ആർട്ട് ഗാലറി കൂടെയാണ്. ഇച്ചിരി വിൻറ്റേജ് ഐറ്റംസിനോടൊക്കെ ക്രേസുള്ള ആൾക്കാർക്ക്, ഹോം ഡെക്കേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതുപോലൊരു കഫേ കാണാൻ എന്തായാലും വേർത്തായിരിക്കും. സാധാരണ നമ്മൾ കണ്ടുമടുത്ത നോർമൽ കഫേയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇവരിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നോർമൽ കഫേ എന്ന് പറയുന്നതിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം ഇതൊരു ആർട്ട് ഗാലറി എന്ന് പറയുന്നത് തന്നെയാണ്. ഈ ഫുഡിനോടും വിൻറ്റേജിനോടും ഒക്കെ കൂടുതലായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവില്ലേ, ഒരേപോലെ ക്രേസുള്ള ആൾക്കാർ, അവർക്ക് ഇതൊന്നുകൂടി ഇഷ്ടമാവും. അതായത് ഇവിടെ വന്ന ഫുഡും കഴിക്കുക, ഇതെല്ലാം എക്സ്പ്ലോറും ചെയ്യാം. ഇവിടുത്തെ ഒരു കളക്ഷനൊക്കെ കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. വിൻറ്റേജ് ക്യാമറാസിൻ്റെ ഒക്കെ ഒരു അടിപൊളി കളക്ഷൻസ് തന്നെ ഉണ്ട്. ഇത്രയധികം ക്യാമറാസൊക്കെ ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോവും. കോഴിക്കോട് ഗുജറാത്തി സ്ട്രീറ്റിലാണ് ഈ ഒരു കഫേ ഉള്ളത്. പഴയ ഒരു കെട്ടിടം നവീകരിച്ചെടുത്തിട്ടാണ് ഇവർ ഇത്തരത്തിലൊരു ആർട്ട് ഗാലറി ഇവിടെ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത്. പഴയതും പുതിയതുമായിട്ടുള്ള ഒരുപാട് ആൻറ്റിക് കളക്ഷൻസ് എനിക്ക് അവിടെ കാണാൻ പറ്റി. ആൻറ്റിക് സാധനങ്ങളും ആർട്ട് ഗാലറിയും മാത്രമല്ല ഇവിടെ ഉള്ളത്, ലൈവ് മ്യൂസിക്കും പിന്നെ കുറച്ച് പുസ്തകങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പ്രീ വെഡിങ് ഷൂട്ടുകൾക്കും മോഡലിംഗ് ഷൂട്ടുകൾക്കൊക്കെ പറ്റിയ ഒരു മികച്ച ഇടം തന്നെയാണ് ഈ ഒരു ആർട്ട് കഫേ. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇത് തേടി ഇവിടെ എത്താറുമുണ്ട്. ആൻറ്റിക്കിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പുരാതനമായിട്ടുള്ള ഒരുപാട് നാണയങ്ങൾ എനിക്കവിടെ കാണാൻ പറ്റി. കൂടാതെ ആയുധങ്ങളും വീട്ടുപകരണങ്ങളും ഗ്രാമഫോണും പഴയ റേഡിയോകളും, അങ്ങനെ ഒരുപാട് ഐറ്റംസ്, പറഞ്ഞാലും തീരാത്ത ഐറ്റംസ്. ഈവനിങ് ടൈമിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈവ് മ്യൂസിക് കേൾക്കാൻ പറ്റുന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. രാത്രി 8 മണി വരെയാണ് നമ്മുടെ കഫേയുടെ സൗകര്യവും പിന്നെ ലൈബ്രറി സൗകര്യമൊക്കെ നമുക്ക് ലഭ്യമാവുക. ഈ ഗുദാമിൻ്റെ അർത്ഥം തേടിപ്പോയിട്ടുള്ള എനിക്ക് എൻ്റെ ക്യൂരിയോസിറ്റിയിൽ ഞാൻ കണ്ടുപിടിച്ചത് ഒരു ഗോഡൗൺ അല്ലെങ്കിൽ ഒരു പാണ്ഡികശാല എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. എന്തായാലും വിൻറ്റേജ് ആൻറ്റിക് ഐറ്റംസ് ഇഷ്ടപ്പെടുന്ന എന്നെ പോലുള്ള ആൾക്കാർ നിർബന്ധമായിട്ടും വന്നിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. ഇതിലുള്ള ആൻറ്റിക് ഐറ്റംസിൽ പലതും തന്നെ ഇവിടുത്തെ ഓണേഴ്സ് ആയിട്ടുള്ള ബഷീർക്കയും അദ്ദേഹത്തിൻ്റെ വൈഫും കൂടെ പല പല രാജ്യങ്ങളിൽ സന്ദർശിച്ച് ശേഖരിച്ചെടുത്തിട്ടുള്ളതാണ്, അതും വർഷങ്ങളെടുത്ത്. നമ്മുടെ പഴമയുടെ വിളിച്ചോതുന്ന ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഫർണിച്ചറുകളും തൂണുകളും എല്ലാം തന്നെ പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. പഴമയുടെ കാര്യങ്ങളൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഈ ഒരു ഐറ്റംസൊക്കെ നമ്മൾ ഇപ്പോൾ അന്യം നിന്ന് പോകുന്ന അവസ്ഥയിൽ ഇതുപോലെയുള്ള സ്ഥലത്ത് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് തലമുറയെയൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത് ഏറ്റവും യൂസ്ഫുള്ളുമാണ്. അങ്ങനെ കണ്ടാലും കേട്ടാലും മതി വരാത്ത ഒരുപാട് ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു ആർട്ട് കഫേ സന്ദർശിക്കാനായിട്ട് നിങ്ങൾക്ക് 100 രൂപ എൻട്രി ഫീസ് കൊടുത്ത് കയറാനായിട്ട് പറ്റും. അല്ലെങ്കിൽ താഴെ കഫേയിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചാലും മതി. 100 രൂപയിൽ നമ്മുടെ എൻട്രി ഫീ ആണെങ്കിലും നമുക്ക് അതിൽ മൊബൈൽ ഫോട്ടോഗ്രാഫിയാണ് അനുവദിക്കുക. ക്യാമറ വെച്ച് എടുക്കണമെങ്കിൽ അതിന് വേറെ സെപ്പറേറ്റ് റേറ്റ് ആയിരിക്കും. എന്നെ സംബന്ധിച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നതിലുപരി ഇവിടുത്തെ ഐറ്റംസാണ് എനിക്ക് ഏറ്റവും ആകർഷിച്ചത്. കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു ആർട്ട് ഗാലറി കൂടിയാണ് കേട്ടോ ഇത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടും മുതിർന്നവർക്കും അങ്ങനെ എല്ലാ പ്രായക്കാർക്കും വന്നിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസാണിത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ക്യാമറയിലൂടെ എത്രത്തോളം കാണിക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് കൺഫ്യൂസ്ഡ് ആയിരുന്നു.
നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാവും എന്നുള്ളതും എനിക്കതത്ര ഐഡിയ ഇല്ല. കാരണം എത്ര കണ്ടാലും എത്രയൊക്കെ വീഡിയോ എടുത്താലും ഇതിന് നേരിട്ട് കാണുന്നുള്ള ഭംഗി അത് നേരിട്ട് വന്നാൽ തന്നെ നിങ്ങൾ ആസ്വദിക്കണം. ഇവിടുത്തെ ഫുഡും അടിപൊളിയായിരുന്നു. നമ്മൾ സാൻഡ്വിച്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല മേക്കിംഗ് ആയിരുന്നു, അടിപൊളി ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കോഫി ആയിരുന്നു അതിൻ്റെ കൂടെ എടുത്തിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതല്ലാണ്ട് ഇവിടെ ഒരുപാട് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കഫേ എന്ന് ജസ്റ്റ് ഒരു പേര് മാത്രമായിരിക്കും, എന്നാൽ ഫുഡും അടിപൊളി തന്നെയായിരുന്നു. നിങ്ങൾ കോഴിക്കോടേക്ക് ഒരു ട്രിപ്പ് വരികയാണെങ്കിൽ ഈ ഒരു കഫേ സന്ദർശിക്കുന്നത് നല്ല വർത്തായിരിക്കും. നമ്മളിത് പെട്ടെന്ന് പോയി നോക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഓരോ സാധനങ്ങളും അടുത്തടുത്ത് വന്ന് എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ചെറിയൊരു ലൈബ്രറിയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ചായയൊക്കെ കുടിച്ച് ഒരു ബുക്കൊക്കെ വായിച്ചിരിക്കാനും പറ്റിയ സ്ഥലമാണ്. അടിപൊളിയായിട്ടുള്ള ഇൻറ്റീരിയർ വർക്ക്സാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതും പഴയ ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ പൊളിക്കുമ്പോൾ ഇവർക്ക് കിട്ടിയിട്ടുള്ള ഓരോ ഐറ്റംസാണ് ഇവിടുത്തെ ഫർണിച്ചേഴ്സായിട്ടൊക്കെ വെച്ചത്. പിന്നെ പെയിൻറ്റിങ്സിൻ്റെയൊക്കെ ഒരു അടിപൊളി കളക്ഷൻസും കൂടെ ഉണ്ട്. എനിക്കവിടെ ഈ ഗാലറി കണ്ടു തുടങ്ങിയിട്ട് ഒരു 1 അവറിൻ്റെ ഉള്ളിലെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, മൊത്തത്തിൽ കാണാനായിട്ട്. അത്രയ്ക്ക് ഉണ്ടായിരുന്നു കാണാൻ. എന്നിട്ടും ഞാൻ മുഴുവൻ എല്ലാ സംഭവങ്ങളും കണ്ടു കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ അത് കൺഫ്യൂസ്ഡ് ആണ്. എല്ലാം ഒന്നും എനിക്ക് കാണാനും പറ്റിയില്ല. നിങ്ങൾക്ക് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ കോഴിക്കോട് വരുമ്പം ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കും. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്തേക്കണേ. നാട്ടിലെത്തിയിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളുമായിട്ട് കൂടുതൽ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ.